ഒരു ബുദ്ധ സന്യാസി രാജവീഥിയിലൂടെ നടക്കുകയായിരുന്നു. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു നാണയം കളഞ്ഞു കിട്ടി. അദ്ദേഹം ആ നാണയം കുറേ ആളുകളോട് വേണമെന്ന് ചോദിച്ചു. കാരണം അദ്ദേഹത്തിന് പൈസയുടെ ആവശ്യമില്ല. അദ്ദേഹം അതുകൊണ്ട് കുറേ ആളുകളോട് ആ നാണയം വേണമെന്ന് ചോദിച്ചു. പക്ഷേ അവർക്കാർക്കും ആ നാണയം ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ആ സന്യാസി ആ നാണയവും കയ്യിൽ വെച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് രാജാവ് ആ വഴി വന്നു. രാജാവ് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി പറഞ്ഞു, സ്വാമിജി, ഞാൻ അയൽ രാജ്യത്തെ ആക്രമിക്കാൻ പോവുകയാണ്, അങ്ങയുടെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ സന്യാസി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ നാണയം മഹാരാജാവിന് കൊടുത്തു. മഹാരാജാവിന് കലശലായ ദേഷ്യം വന്നു. പക്ഷേ ആ ദേഷ്യം ഉള്ളിൽ അമർത്തിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, സാധാരണ ഞാനാണ് എല്ലാവർക്കും നാണയം കൊടുക്കാറുള്ളത്, സ്വന്തം നാണയം കൊടുക്കാറുള്ളത് ഞാനാണ്, അങ്ങെന്താണ് എനിക്ക് ഈ നാണയം തന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി മറുപടി പറഞ്ഞു, ഞാൻ കുറേ ആളുകളെ നോക്കി, അവർക്കൊക്കെ ഈ നാണയം വേണമെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ വേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം അവരൊക്കെ ഉള്ളതിൽ തൃപ്തമായിട്ട് ജീവിക്കുന്നവരായിരുന്നു. എല്ലാം അവർക്ക് ഉള്ളത് കൊണ്ട് അവരൊക്കെ തൃപ്തരായിരുന്നു. പക്ഷേ ഞാൻ അങ്ങേ മാത്രമാണ് ആർത്തിയോടെ കണ്ടത്. അതായത് ഉള്ളതിൽ തൃപ്തനാകാതെ അയൽ രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്ന അങ്ങയെയാണ് ഞാൻ കണ്ടത്. ഈ പൈസയ്ക്ക് അർഹതയുള്ളത് താങ്കളാണ്. കാരണം താങ്കൾക്ക് ഒന്നിലും തൃപ്തനല്ല താങ്കൾ. അതുകൊണ്ട് ഈ പൈസയ്ക്ക് അർഹൻ താങ്കളാണ് എന്ന് പറഞ്ഞു. ഏറ്റവും പ്രയാസമുള്ള ഒന്നാണ് ഉള്ളത് കൊണ്ട് തൃപ്തമാകുക എന്നത്. ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തൃപ്തമാകുക എന്നുള്ളത് ഏറ്റവും പ്രയാസമായ ഒന്നാണ്. ശരിയല്ലേ? Have a nice day.